മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറായിരിക്കുകയാണല്ലേ? ഏത് കഥയാ വേണ്ടേ? ആമയുടെ കഥയോ മുയലിൻ്റെ കഥയോ? അല്ല, നമ്മൾ ഇന്നൊരു ബൈബിൾ കഥയാണ് കേൾക്കാൻ പോകുന്നത്. നാം എല്ലാവരും ഒത്തിരിയധികം സുഖ സൗകര്യങ്ങളോടെയാണ് ജീവിക്കുന്നത് അല്ലേ? എന്നാൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്ന എത്രയോ പേർ നമ്മുടെ ചുറ്റുമുണ്ട്. അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? അവരെ സഹായിക്കാറുണ്ടോ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഒരു കഥയുണ്ട്. ധനവാന്റെയും ലാസറിൻ്റെയും കഥ. മറ്റുള്ളവരെ സഹായിക്കുന്നതിനെ പറ്റിയുള്ള പ്രാധാന്യം ഈ കഥയിലൂടെ നമുക്ക് ഓർമ്മിക്കാം. കഥ കേട്ടാലോ? ഒരു പട്ടണത്തിൽ ഒരു ധനവാൻ ജീവിച്ചിരുന്നു. കൊട്ടാരം പോലെയുള്ളൊരു വീട് നിറയെ പരിചാരികർ. അവൻ ചുമന്ന പട്ടും മൃദുലമായ വസ്ത്രങ്ങളുമായിരുന്നു ധരിച്ചിരുന്നത്. അവൻ്റെ മേശപ്പുറം നിറയെ സുഭിക്ഷമായ ഭക്ഷണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. അതെല്ലാം തിന്നും കുടിച്ചും ആഗ്രാദിച്ച് അവൻ ജീവിച്ചു. അവൻ്റെ വീട്ടു പടിവാതിക്കൽ ഒരു ദരിദ്രനുണ്ടായിരുന്നു. അവൻ്റെ പേരെന്താ നിങ്ങൾക്കറിയുമോ? അതെ, ലാസർ. ലാസറിനാകട്ടെ വിശപ്പകറ്റാൻ ഭക്ഷണമോ ധരിക്കാൻ നല്ല വസ്ത്രമോ ഉണ്ടായിരുന്നില്ല. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നു ഒരു കഷ്ണം അപ്പത്തിന് വേണ്ടി അവൻ കൊതിയോടെ നോക്കിയിരുന്നു. അതുമാത്രമല്ല, അവൻ്റെ ദേഹം മുഴുവനും വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. പലപ്പോഴും അവ പൊട്ടി പഴുപ്പും രക്തവും ഒഴുകുമായിരുന്നു. എന്തൊരു കഷ്ടമായ ജീവിതമല്ലേ ലാസറിൻ്റെ! എന്നാൽ അവൻ്റെ ജീവിതത്തെക്കുറിച്ച് അവൻ ദൈവത്തോട് പിറുപിറുക്കാറേയില്ല. ദൈവത്തോട് അവൻ ചേർന്ന് നിന്നു. ലാസർ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നാണ്. ഇതൊന്നും ധനവാൻ ശ്രദ്ധിച്ചതേയില്ല. ലാസറിനെ സഹായിച്ചതുമില്ല, ഉപദ്രവിച്ചതുമില്ല. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ലാസർ മരണപ്പെട്ടു. ഉടനെ ദൈവത്തിൻ്റെ ദൂതന്മാർ വന്ന് ലാസറിനെ എടുത്ത് അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് എത്തിച്ചു. അബ്രാഹത്തിൻ്റെ മടിയെന്ന് വെച്ചാൽ എവിടെയാണെന്ന് നിങ്ങൾക്കറിയുമോ? അതെ, സ്വർഗം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. ധനവാൻ എങ്ങോട്ടേക്കും പോയത്? അതെ, നരകത്തിലേക്ക്. അവിടുത്തെ തീ ചൂടുകൾക്കിടയിൽ കിടന്ന് അവൻ യാതന അനുഭവിക്കുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി. അതാ ദൂരെ അബ്രാഹത്തിൻ്റെ കൂടെ ലാസർ സന്തോഷവാനായിരിക്കുന്നു. ധനവാൻ ഒന്നോടെ നോക്കി. അവനെ എനിക്കറിയാമല്ലോ. അവൻ എൻ്റെ വീട്ടു പടിവാതിക്കിരുന്ന ആ ദരിദ്രനല്ലേ? അവനെങ്ങനെ അവിടെ എത്തി? ഇതെന്തു കളിയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ധനവാൻ അബ്രാഹത്തിനോട് പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കഴിയണമേ. ഞാൻ ഈ തീ ചൂടുകൾക്കിടയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. തൻ്റെ വിരൽ തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാൻ ലാസറിനെ അയക്കണമേ. അബ്രാഹം പറഞ്ഞു, മകനെ, നീ ഓർമ്മിക്കുക, ഭൂമിയിൽ നീ സന്തോഷവാനായിരുന്നു. ലാസറാകട്ടെ കഷ്ടപ്പാടുകളും വേദനകളും. ഇപ്പോൾ അവൻ്റെ കൂടെ ആനന്ദിക്കുന്നു, നീ അവിടെ പീഡിപ്പിക്കപ്പെടുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയെ ഒരു വലിയ ഗർത്തം സ്ഥാപിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്കോ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. തൻ്റെ കാര്യം നടക്കില്ല എന്നറിഞ്ഞ ധനവാൻ അബ്രാഹത്തിനോട് വേറൊരു കാര്യം ആവശ്യപ്പെട്ടു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ പീഡിപ്പിക്കപ്പെടുന്ന സ്ഥലത്ത് വരാതിരിക്കാനായി അവരുടെ സാക്ഷ്യത്തിനായി ലാസറിനെ അയക്കണമേ. അബ്രാഹാം പറഞ്ഞു, അവിടെ മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ, അവരുടെ വാക്കുകൾ കേൾക്കട്ടെ. ഇത് കേട്ട ധനവാൻ തൻ്റെ ജീവിതം കരഞ്ഞങ്ങ് തീർത്തു. ഇതാണ് ധനവാന്റെയും ലാസറിൻ്റെയും കഥ. ഈ കഥ നമുക്ക് തരുന്ന സന്ദേശം എന്താ നിങ്ങൾക്കറിയുമോ? പാവപ്പെട്ടവരിൽ ദൈവത്തെ കാണാൻ സാധിച്ചാൽ എനിക്കുള്ളതിൽ നിന്ന് ഒരു പങ്ക് അവർക്ക് നൽകുവാനും അവരെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും സഹായിക്കാനും സാധിച്ചാൽ എൻ്റെ മുമ്പിലും ഒരു വിശാലമായ സ്വർഗം തുറക്കപ്പെടും. ഞാനും നിങ്ങളും അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് എടുക്കപ്പെടും. നമുക്കും വേണ്ടി എങ്ങനത്തെ ഒരു സ്വർഗം? അതെ, നമുക്കും സ്വന്തമാക്കാം അങ്ങനത്തെ ഒരു സ്വർഗം. ഇനി എങ്ങനെയാ? സ്വർഗരാജ്യ സ്വപ്നം കണ്ട് നന്മയിലൂടെ നമുക്ക് വളരാം. നന്ദി.